SBI ബാങ്കിൻ്റെ എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡായിട്ടുള്ള SBI BPCL പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി, ഈ കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതുപോലെ നമ്മളൊന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കുറച്ച് ടിപ്സും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്റ്റാമ്പ്സും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. 21 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ കാർഡ് അപ്ലൈ ചെയ്യാം. സിബിൽ സ്കോർ റെക്കമെൻഡ് ചെയ്യുന്നത് 750 മേലെയാണ്. സ്ഥിര വരുമാനമുള്ള ആൾക്കാർക്കാണ് ഈ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഈ കാർഡിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നമുക്ക് നോക്കാം. 3 ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ കാർഡ് എടുക്കാനായിട്ട് ആവശ്യം വരുന്നത്. ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും വയ്ക്കാം. ഇനി നിങ്ങളുടെ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലും കൂടി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇൻകം പ്രൂഫായിട്ട് ചോദിക്കുന്നത് ഒരു സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ 3 മാസത്തെ സാലറി സ്ലിപ്പാണ് ചോദിക്കുന്നത്. അതുപോലെ ഒരു സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ITR ആണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ലാസ്റ്റ് ഇയർ ITR സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലാസ്റ്റ് 3 മന്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കിനി ഈ കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായി തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോകുക SBIയുടെ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. അതോടുകൂടി എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ KYC ഒക്കെ വരുന്നത്. KYCയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നമുക്ക് ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിലും ചെയ്യാൻ പറ്റും. ഒരു 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ കാർഡ് ഡെലിവറി ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇതുവരെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. BPCL പ്ലാറ്റിനം കാർഡിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്ന ഫ്യൂവൽ ട്രാൻസാക്ഷന് BPCL പമ്പിൽ നമുക്ക് 3.25% ആണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത്, ഈക്വൽ ടു 13x റിവാർഡ് പോയിന്റ്സ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് വേവറും കൂടി വരുന്നുണ്ട്. അങ്ങനെ ടോട്ടലി നമുക്ക് 4.25% ആണ് കിട്ടുന്നത്. 1% ഫ്യൂവൽ സർചാർജ് വേവർ മാക്സിമം നമുക്ക് കിട്ടുന്നത് ഒരു മാസം 100 രൂപയാണ്. ഗ്രോസറി പേയ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ ചെയ്യുന്ന പേയ്മെൻറ്റ്സ്, മൂവി പേയ്മെൻറ്റ്, ഡൈനിങ് പേയ്മെൻറ്റിന് നമുക്ക് 5x റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഓരോ 100 രൂപയ്ക്കും ഈ കാർഡ് നമുക്ക് തരുന്നത്. മാക്സിമം നമുക്കൊരു മാസം 5000 പോയിൻറ്റ്സ് വരെയാണ് ഈ കാർഡ് വഴി റെഡീം ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ കാർഡിൽ വരുന്ന ഫീസസ് ഒക്കെ നോക്കാം. ജോയിനിങ് ഫീസായിട്ട് നമുക്ക് വരുന്നത് 500 രൂപ പ്ലസ് ടാക്സ് ആണ്. അതുപോലെ ആനുവൽ ഫീസ് നമുക്ക് വരുന്നത് 500 രൂപ പ്ലസ് ടാക്സ് ആണ്. 500 രൂപ പ്ലസ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 590 രൂപയാണ്. അതുപോലെ തന്നെ നമുക്ക് 590 രൂപ ഫസ്റ്റ് ജോയിനിങ് ആയിട്ട് കൊടുക്കുമ്പോൾ 2000 റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ 2000 റിവാർഡ് പോയിൻറ്റ്സിൻ്റെ വാല്യൂ വരുന്നത് 500 രൂപ തന്നെയാണ്. ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ വരുന്നത് 25 പൈസയാണ്. SBI BPCL പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡിൻ്റെ ബോണസ് ടിപ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഈ കാർഡിൻ്റെ കൂടെ 2 ആഡ് ഓൺ കാർഡ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് ഈ കാർഡ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ലൈഫ് ടൈം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ 2 കാർഡ് നമ്മുടെ അണ്ടറിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അവർക്ക് ഈ സെയിം ഫീച്ചേഴ്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ ഒരിക്കലും നിങ്ങൾ ഡിലേ ചെയ്യാനായിട്ട് നോക്കരുത്. ഈ കാർഡിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് 3.5% പെർ മന്ത് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇയർലി പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 42% അത്ര വരും. നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ഓൺ ടൈം ആയിട്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. ഇനി നിങ്ങൾക്ക് കുറേ കാർഡ്സ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഓൺ ടൈം പേയ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ക്രെഡ് എന്ന ആപ്ലിക്കേഷൻ കുറിച്ചിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ്സ് ഒക്കെ കുറച്ചുകൂടി മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ BPCL പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾ ATM പോയിട്ട് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നോക്കരുത്. നമുക്ക് പൈസ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫീസ് ഒന്നില്ലെങ്കിൽ നമ്മളെടുത്ത എമൗണ്ടിൻ്റെ 2.5% മേടിക്കുക, അല്ലെങ്കിൽ 500 രൂപ വരെ നമ്മൾ ഇതിന് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. പൈസ നിങ്ങൾ വിഡ്രോ ചെയ്യാനായിട്ട് എപ്പോഴും ഡെബിറ്റ് കാർഡ് തന്നെ യൂസ് ചെയ്യുക. ഏതൊക്കെ ട്രാൻസാക്ഷനാണ് ക്യാഷ് ബാക്ക് കിട്ടാത്തതെന്നുള്ളതാണ്. റെൻറ്റ് പേയ്മെൻറ്റ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ്, വാലറ്റ് ലോഡിംഗ്, സ്കൂൾ പേയ്മെൻറ്റ്സ്, റെയിൽവേ പേയ്മെൻറ്റ്സ്. ഈ പേയ്മെൻറ്റ്സിനൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല. നമുക്ക് എത്ര രൂപയാണ് മാക്സിമം ഈ കാർഡ് വഴി മാസം നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുള്ള കേസ്. നമ്മളിപ്പോൾ ഈ BPCLൻ്റെ ക്രെഡിറ്റ് കാർഡ് വഴി മന്ത്ലി 10000 രൂപയാണ് മാക്സിമം നമുക്ക് ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഈ 10000 രൂപ വരെ ചെയ്യുന്നതിലാണ് നമുക്ക് 13x റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ 1300 പോയിൻറ്റ്സ് ആണ് നമുക്ക് മാക്സിമം ഒരു മാസം ഫ്യൂവൽ വഴി ഉണ്ടാക്കാൻ പറ്റുക. അതുപോലെ നിങ്ങൾ ഗ്രോസറി പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ചെയ്യുന്ന പേയ്മെൻറ്റ്സിനൊക്കെ 5x റിവാർഡ് പോയിൻറ്റ്സ് ഉണ്ട്. 1 ലക്ഷം രൂപ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് സർക്കിളിൽ 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് മാക്സിമം ആയിട്ടുള്ള 5000 പോയിൻറ്റ്സ് നമുക്ക് കിട്ടുക.
അങ്ങനെ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് വഴി മാക്സിമം നമുക്ക് ഒരു മാസം ഉണ്ടാക്കാൻ പറ്റുന്നത് 6300 പോയിൻറ്റ്സ് ആണ്. ഫ്യുവൽ പേയ്മെൻറ്റിൻ്റെ 1300 പോയിൻറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോഴ്സ് ആൻഡ് ഗ്രോസറി പേയ്മെൻറ്റ്സിനുള്ള 5% ക്യാഷ് ബാക്ക് ആയിട്ടുള്ള 5000 പോയിൻറ്റ്സ് കൂടി ചേർത്തിട്ടാണ് 6300 പോയിൻറ്റ്സ് മാക്സിമം നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ കാർഡ് 590 രൂപ ഇയർലി കൊടുത്തു കഴിഞ്ഞാൽ വെർത്താണോ നമുക്ക് നോക്കാം. നമ്മൾ ഈ കാർഡ് വഴി ഫ്യുവൽ പേയ്മെൻറ്റിനാണ് മെയിൻലി ക്യാഷ് ബാക്ക് വരുന്നത്. ബട്ട് ഗ്രോസറി പേയ്മെൻറ്റ്സിന് നമുക്ക് ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യുവൽ ട്രാൻസാക്ഷൻ 10000 രൂപയ്ക്ക് താഴെയാണ് ഒരു മാസം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാർഡ് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 10000 രൂപയ്ക്ക് മേലെയാണ് നിങ്ങളുടെ ഫ്യുവൽ ട്രാൻസാക്ഷൻ വരുന്നതെങ്കിൽ SBI ബാങ്കിൻ്റെ തന്നെ ഒക്ടേൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ ചെയ്യുന്ന ബാക്കി എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 1% ക്യാഷ് ബാക്ക് ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BPCL പമ്പിൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഈ കാർഡ് അവരുടെ അടുത്തൊന്ന് മെൻഷൻ ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിഎമ്മിൻ്റെ മെഷീനിലേക്കാണ് നമ്മളിത് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് കിട്ടുന്നതല്ല. ONGCയുടെ ഒക്കെ മെഷീൻസിലൊക്കെ പേയ്മെൻറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഫ്യുവൽ ക്യാഷ് ബാക്ക് കാർഡിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഫ്യുവൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.